ഒരു ജീവിതം നയിക്കാൻ ഇസ്ലാം കൈക്കൊണ്ട വിവിധ മാർഗങ്ങളിൽ ഒരു മാർഗം മനുഷ്യരെ ഭക്തരായി വാർത്തെടുക്കുക എന്നത്. അക്രമവും അനീതിയും അരാജകത്വവുമെല്ലാം നാട്ടിലുണ്ടാകുന്നതിനെ തടുക്കാൻ നിയമപരമായും ഇസ്ലാമിന് നിർദ്ദേശങ്ങളുണ്ട്. നിയമം കൊണ്ട് മാത്രം ഒരു സംഗതി നടപ്പാക്കി ഈ ലോകത്ത് സമാധാനം ഉണ്ടാക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ടാണ് ഇസ്ലാം നിയമത്തിലൂടെയും അതോടൊപ്പം തന്നെ ജനങ്ങളിൽ ഭക്തി ഉണ്ടാക്കിക്കൊണ്ടും സമാധാനപൂർണമായ ജീവിതം സമൂഹത്തിനുണ്ടാകണമെന്ന് അള്ളാഹു തീരുമാനിച്ചു. നമസ്കാരവും ഹജ്ജും സക്കാത്തും അതുപോലെ നോമ്പും എല്ലാ കാര്യവും പറയുമ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് എന്ന് അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നത് അത് നമ്മുടെ തന്നെ ഗുണത്തിനു വേണ്ടി, നമ്മുടെ തന്നെ നേട്ടത്തിനു വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയുമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നിരീശ്വരവാദികളായാലും നിർമ്മതവാദികളായാലും ഭൗതികവാദികളായാലും അവരെല്ലാവരും പറയും മനുഷ്യൻ നന്നാകണം, നമ്മുടെ സമൂഹത്തിൽ ശാന്തി ഉണ്ടാകണം, സമൂഹമാകെ കേടുവന്നിരിക്കുന്നു, സമൂഹം വളരെ ചീത്തയായിരിക്കുന്നു എന്ന് എപ്പോഴും ആവലാതിപ്പെടലുണ്ട്. ഈ ആവലാതി ഏതെങ്കിലും ഒരു കാലത്തിന്റെ മാത്രം പ്രത്യേകതയല്ല, എല്ലാ കാലഘട്ടത്തിലും ഉള്ളവർ ആവലാതിപ്പെട്ടിട്ടുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു പദ്യമുണ്ട്. നഈബു സമാനന വൽ ഐബു ഫീന വമാലി സമാനിന ഐബുൻ സിവാന. നമ്മൾ കാലത്തെ ശപിക്കുന്നു, കാലത്തെ ആക്ഷേപിക്കുന്നു. വളരെ മോശമാണ് കാലം, വളരെ ചീത്തയായിരിക്കുന്നു, വളരെ ചീത്തയായിട്ടുണ്ട്. ഇത് എത്രയോ കാലം മുമ്പ് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഒരു, നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു പല്ലവിയാണ്, ഇത് വളരെ മോശമാണ് നമ്മുടെ കാലം. ആളുകളാണ് ചീത്തയായിരിക്കുന്ന, കാലമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. മാലി സമാനിന ഐബുൻ നഈബു സമാനന. നാം നമ്മുടെ കാലത്തെ ആക്ഷേപിക്കുന്നു. വൽ ഐബു ഫീന. യഥാർത്ഥത്തിൽ കാലത്തിനല്ല തകരാറ്, ഐബ് നമ്മളിലാണ്. വമാലി സമാനിന ഐബുൻ സിവാന. നമ്മുടെ കാലത്തിനല്ല നമ്മൾ ആ കാലത്തിൽ ജീവിച്ചുപോയി എന്നതാണ്. നമ്മൾ ഈ കാലത്തിൽ ഉണ്ടായത് കൊണ്ടാണ് ഈ കാലത്തിന് തകരാറുണ്ടായത് എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇന്നും നമ്മൾക്കാണ് പറയാനുള്ളത്, ഇനി നാളെയും തന്നെ പറയാനുള്ളത്. ഈ ഒരു 100 കൊല്ലം കഴിഞ്ഞ് വരുമ്പോഴും ഈ അവസ്ഥ തന്നെയായിരിക്കും. മുമ്പ് എന്തൊക്കെ ജാഹിലിയത്ത്, എന്തെല്ലാം അരാജകത്വവും അക്രമവും ഈ സമൂഹത്തിൽ നടമാടിയിരുന്നോ, ആ നടമാടിയ അതേ കാര്യങ്ങളും അതേ ചീത്തകൾ തന്നെയാണ് ഇന്നുള്ളത്. അന്ന് മദ്യപാനം ഉണ്ടായിരുന്നു. റസൂലിന്റെ ആഗമന കാലഘട്ടത്തിൽ മദ്യത്തിൽ മുങ്ങിയ ജനതയുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടില് മദ്യത്തിന്റെ പരാതിയാണ്. മദ്യത്തെപ്പറ്റി ആരാ പരാതിപ്പെടുന്നത്? നമ്മുടെ സമൂഹമാണ്. റസൂലിന്റെ കാലഘട്ടത്തില് അനിയന്ത്രിതമായ ലൈംഗിക ജീവിതമായിരുന്നു. അതും ഇന്ന് അങ്ങനെ ഓരോന്നും എണ്ണിയാൽ അന്നുണ്ടായ അതേ കാര്യങ്ങളിൽ ഇന്നും ജനങ്ങൾ മുഴുകുന്നു, ജനങ്ങൾ ചീത്തയാവുന്നു. ഇനി നാളെയും വരാൻ പോകുന്ന ഇതൊക്കെ തന്നെ, ഇതല്ലാതെ വേറൊന്നും വരാനില്ല. അപ്പൊ ഇത്തരം അരാജകത്വത്തിൽ മുഴുകി ജനങ്ങൾ നശിക്കുന്നതിൽ നിന്ന് സമൂഹത്തെ നന്നാക്കാൻ ഇസ്ലാം പല സംവിധാനങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ കൈക്കൊണ്ട സംവിധാനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് റമളാൻ, മറ്റൊന്നാണ് നമസ്കാരം, മറ്റൊന്നാണ് സക്കാത്ത്. കാരണം അതൊക്കെ അല്ലാഹു തആല നിർബന്ധമാക്കിയതിന്റെ പിന്നിൽ അല്ലാഹു തന്നെ പറയുന്നതാണ്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമ്മളോട് ദിവസത്തിൽ 5 നേരം നിർബന്ധമായി നമസ്കരിക്കണമെന്ന് അള്ളാഹു ശാസിച്ചതിന് ശേഷം ആ ശാസന എന്തിനു വേണ്ടിയാണ് നടപ്പാക്കുന്നത്? അത് സമൂഹത്തിൽ ഫഹ്ശാവും മുങ്കറും ഉണ്ടാകരുത്. ഫഹ്ശാ എന്ന് പറഞ്ഞാൽ ചീത്ത കാര്യങ്ങൾ, മുങ്കർ എന്ന് പറഞ്ഞാൽ സമൂഹം ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന കാര്യങ്ങൾ. ഇതെല്ലാവരും പറയുന്നതിനല്ലേ. അപ്പോ ഇത് ഒരു ഭൗതികവാദിയോട് ചോദിക്കുകയാണ്, നമ്മളൊക്കെ ഫഹ്ശാവും മുങ്കറും ഇല്ലാതെയാവുന്നതിൽ
നിങ്ങൾക്ക് എതിരഭിപ്രായമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതൊരു ഭൗതികവാദിയും പറയും അത് വേണ്ടത് തന്നെയാണ്. സമൂഹത്തിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ഫഹ്ശാവും ഒഴിവായി, മുങ്കറും ഒഴിവായി മനുഷ്യർ നന്നായി തീരണമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അതിന് അവർക്ക് എന്ത് പദ്ധതിയുണ്ട്? സമൂഹത്തെ ആ നിലയിലേക്ക് കൊണ്ടുവരാൻ, മനുഷ്യരാശിയെ ആ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ എന്ത് പദ്ധതിയാണ് ഭൗതികവാദികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നാണ് ചിന്തിക്കേണ്ടത്. ഒരു പദ്ധതിയില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആകണം. പക്ഷെ ഇസ്ലാം അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കല്ല, അങ്ങനെ ആകണമെന്ന് കൽപ്പിക്കുകയും അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. അങ്ങനെ ആവിഷ്കരിച്ച കൂട്ടത്തിൽ ഒന്നാണ് പ്രാർത്ഥന, നമസ്കാരം. അതിൽപ്പെട്ടതാണ് തീർത്ഥാടനം, ഹജ്ജ്. ഹജ്ജിന് പോകുന്നവരോട് അള്ളാഹ് പറഞ്ഞെന്താണ്? ഹജ്ജിന് പോയി തിരിച്ചു വരുമ്പോൾ ആളുകൾ നന്നായിരിക്കണം, പിന്നെ അങ്ങനെ ജീവിക്കണം. അത് തന്നെയാണ് കൊല്ലത്തിലൊരിക്കൽ 30 ദിവസം ശരീരത്തിന്റെ അനിയന്ത്രിതമായ ആഗ്രഹങ്ങളെ ആഗ്രഹിക്കാൻ പാടില്ലാത്തത് ഏതായാലും പറ്റില്ല, ആഗ്രഹിക്കാൻ പറ്റുന്നത് തന്നെ നിയന്ത്രിച്ചുകൊണ്ട് ആഗ്രഹിക്കാൻ പാടില്ലാത്തതിലേക്ക് കടന്നു ചെന്ന് അത് നിയന്ത്രിക്കാൻ കഴിയുക. അതായത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒരു മനുഷ്യൻ അനുവദിക്കപ്പെട്ട ഭക്ഷണം തന്നെ നിർണിതമായ സമയത്ത് നിർണിതമായ ദിവസങ്ങളിൽ ഒരു മാസത്തേക്ക് ഒഴിവാക്കുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നു. ഭക്ഷണം കഴിക്കാം, ചായ കുടിക്കുക, ചോറ് കഴിക്കുക, അതുപോലെ അനുവദിക്കപ്പെട്ട ഭക്ഷണം കൊണ്ട് ഹറാമായത് മദ്യമോ അല്ലെങ്കിൽ ചത്തതോ അല്ലെങ്കിൽ മറ്റ് വിലക്കപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പാടില്ല. ജീവിതത്തിൽ എപ്പോഴും പാടുള്ള കാര്യങ്ങൾ തന്നെ നിർണിതമായ സമയത്ത് മാറി നിൽക്കണം അതിൽ നിന്ന് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ ഞാൻ അനുസരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു മനുഷ്യൻ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു ഭാഗ്യമായിട്ട്. അതോടൊപ്പം തന്നെ ആന്തരികമായി അവൻ എപ്പോഴും ജീവിതത്തിൽ പാലിക്കേണ്ടതാണ് അന്യരെക്കുറിച്ചുള്ള അസൂയ, വിദ്വേഷം, വെറുപ്പ്, പക, കോപം. ഇങ്ങനെയുള്ള വെടക്കായ ഹൃദയത്തെ മലിനമാക്കുന്ന ഒരുപാട് വൃത്തികേടുകളുണ്ട്. ആ വൃത്തികേടുകളൊക്കെ മനസ്സിൽ നിന്ന് പോകണം. ചീത്ത വർത്തമാനം പറയരുത്, ചീത്ത വാക്കുപോലും പറയരുത്. ഒരാൾ നമ്മളോട് ചീത്ത പറയുകയാണെങ്കിൽ ഞാൻ നോമ്പുകാരനാണെന്ന് മാത്രമേ മറുപടി പറയാൻ പാടുള്ളൂ, അതിന് പകരമായി അങ്ങോട്ട് ചീത്ത വിളിക്കരുത് എന്ന് പറയുമ്പോൾ നോമ്പ് ആത്മീയമായി മനുഷ്യനെ സംസ്കരിക്കുന്നു. ആത്മീയമായി സംസ്കരിക്കാൻ ബാഹ്യമായ ചില പുറംചട്ടകൾ സ്വീകരിച്ചു കൊണ്ടുവേണം ആത്മാവിലേക്ക് കടക്കാൻ. അതിനുവേണ്ടി ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കണം എന്നാണ് അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചത്. കുത്തിബാലയ്ക്കും സിയാമോ, നിങ്ങൾക്ക് വ്രതം നിർബന്ധമാക്കിയത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് മാത്രമല്ല വ്രതം നിർബന്ധമാക്കിയത്. ഈ ഒരു ചിട്ട, ഈ ഒരു സംവിധാനം പൂർവ്വഗാമികളിലൂടെയും ഞാൻ നടപ്പാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കത് പ്രയാസമുണ്ട്, ഞങ്ങൾക്ക് മാത്രം ഇത് ഇത്ര ഭാരമുള്ള കൽപ്പന കൽപ്പിച്ചു എന്ന് വിചാരിക്കരുത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ ഇങ്ങനെ ഈ കൽപ്പനയിലൂടെ നിങ്ങളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നത് മനുഷ്യർ മുഴുവനും മുത്തഖികളായി ദോഷബാധയെ സൂക്ഷിക്കുന്നവരായി ജീവിക്കണം, അതിനു വേണ്ടിയാണ് എന്നാണ്. അപ്പൊ ദോഷബാധയെ സൂക്ഷിക്കാൻ പല സംവിധാനങ്ങൾ ഇസ്ലാം ഏർപ്പെടുത്തിയതിൽ ഒന്നാണ് റമദാൻ. ആ റമദാൻ നമ്മളിലേക്ക് സമാഗതമാകുന്നു. അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ് മുസ്ലിം ലോകം. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാന്റെ സന്ദേശം എന്താണോ, അതിന്റെ തേട്ടം എന്താണോ, അത് വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും.